സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ആമസോണിൽ നിന്ന് ഒരു വീഡിയോ ലൈറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമാണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം ഒരു ബോക്സിലായിട്ടാണ് 2 ലൈറ്റ് എന്നാ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സാധനങ്ങൾ നോക്കാം. ഇവിടെ ഒരു ഓപ്പൺ കാണുന്നുണ്ട്. അങ്ങനെ ക്യാമറ ലൈറ്റിന്റെ ഒരു സാധനം, ഒരു ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഒരു ലൈറ്റ്. ഓക്കെ, അടുത്ത ലൈറ്റ് നമുക്ക് നോക്കാം. ഒരു ലൈറ്റ് സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ലൈറ്റ് സ്റ്റാൻഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ലൈറ്റ് സ്റ്റാൻഡ് ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും ഒരു ലൈറ്റും കൂടി ഉണ്ടാവണം. യെസ്, അടുത്ത ലൈറ്റും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ലൈറ്റ്, രണ്ട് ലൈറ്റ് സ്പോള്. ഇവിടെ കുറച്ച് ഡാമേജും ഓപ്പണൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇവര്. ഇവിടെ ചെറിയൊരു ഡാമേജ് കാണുന്നുണ്ട്. ഇത് ഈ സൈഡിലൊക്കെ ഡാമേജ് കാണുന്നുണ്ട്. വലിച്ചു തുറന്ന പോലുള്ള ഒരു ഫീലിങ്സ്. നമുക്ക് നോക്കാം ബോക്സിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ. യെസ്, ബോക്സിൽ നമ്മളിതിൻ്റെ ക്യാരി ബാഗ് കാണുന്നുണ്ട്. ക്യാരി ബാഗ് അടക്കം ചെയ്തിട്ടുണ്ട്. യെസ്, 2 ക്യാരി ബാഗ് ഉണ്ട്. 2 സ്റ്റാൻഡ്, ലൈറ്റ് സ്റ്റാൻഡ് ഇടാനുള്ള ക്യാരി ബാഗ് 2 ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഞാൻ തോന്നുന്നുണ്ട്. 2 ക്യാരി ബാഗ്. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൽ കിട്ടിയിട്ടുള്ളത്. ഉള്ളിൽ ഒന്നുമില്ല കാര്യം. ഓക്കെ, നോക്കാം. അപ്പം നമ്മളുടെ ബോക്സിൽ 2 ക്യാരി ബാഗ്, 2 ലൈറ്റ് സ്റ്റാൻഡ്, 2 ലൈറ്റ്, ഇത്രയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് ആ ലൈറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. ഇത്രയാണ് സാധനം വന്നിട്ടുള്ളത്. ഇത് അവർ ഓപ്പൺ ചെയ്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ലൈറ്റ്, യെസ്, ഇതാണ് ലൈറ്റ്. ഒരു ലൈറ്റ്, അതിൻ്റെ കൂടെയുള്ള റിമോട്ട് സാധനങ്ങൾ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മോശമില്ലാത്ത റിമോട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നോബ്, എന്താ ഉള്ളത്, റിമോട്ടിലേക്കുള്ള ബാറ്ററി. അപ്പോൾ ഇതൊരു സെറ്റ് ലൈറ്റിൻ്റെ ഫുള്ള് സാധനം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ഇനി അടുത്ത സെറ്റും കൂടി തുറന്നു നോക്കാം. ഇത് നമ്മൾ തുറക്കുകയാണ്. തുറക്കുമ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റിങ്ങിൻ്റെ ഒരു പേപ്പറൊക്കെ തന്നിട്ടുണ്ട് അതിൽ. നോക്കാം. സെയിം തന്നെ, നേരത്തെ ബോക്സിലുള്ള അതേ സാധനങ്ങൾ തന്നെ അടുത്ത ബോക്സിലുമുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വാറണ്ടി കാർഡ് സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് 2ാമത്തെ ബോക്സ്. ഇനി നമ്മൾ നേരെ നമ്മളെ ലൈറ്റ് പോൾ, ലൈറ്റ് സ്റ്റാൻഡ് നോക്കാം.
കവറിലൊക്കെ ഇട്ട് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു കവറിലിട്ടാണ് വന്നിട്ടുള്ളത് ലൈറ്റ് പോൾ. ലൈറ്റ് പോളിന് അത്ര വലിയൊരു ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് സാധനം. ലൈറ്റ് പോൾ വന്നിട്ടുണ്ട് 2 എണ്ണം. ഓക്കെ, ഇതിവിടെ നോബൊക്കെ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഒരു ലൈറ്റ് പോള്, അതിന് അടുത്ത ലൈറ്റ് പോൾ നോക്കാം. അടുത്ത ലൈറ്റ് പോൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അടുത്ത ലൈറ്റ് പോൾ. അങ്ങനെ 2 ലൈറ്റ് പോൾ വന്നു. യെസ്, അങ്ങനെ 2 ലൈറ്റ് പോൾ സാധനങ്ങളൊക്കെ റെഡി. നമുക്ക് നോക്കാൻ അടുത്ത് എങ്ങനെയുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ലൈറ്റ് വരത്തക്ക രൂപത്തിൽ ഇത് ചെറിയൊരു ഇതുണ്ട്, അത് കളയാം. അതിനുശേഷം ലൈറ്റ് എടുത്ത് ഇവിടെ വയ്ക്കാം. നമ്മുടെ ലൈറ്റ് പോളിൽ ഫിറ്റായി. ഇതാണ് ഇത്രയും വരെ. ഇനി നമുക്ക് കണക്ഷൻ കൊടുത്ത് നോക്കണം.
റിമോട്ടിൽ ലൈറ്റ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴുള്ളൊരു വ്യത്യാസമാണ് കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിലൊരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയിലേക്കാണ് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടോ? അപ്പോൾ ലൈറ്റിൻ്റെ കൺട്രോൾ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മളുടെ റിമോട്ടിൽ തന്നെ ചെയ്യാം. 2 ലൈറ്റിന് ഒരു റിമോട്ട് മതി. നമ്മുടെ പാർസലിൽ 2 ലൈറ്റിന് 2 റിമോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്ന് മതി. ഇതിൽ തന്നെ നമുക്കിനി വ്യത്യാസം വരുത്താനുള്ളത് ഈ സി ടി എന്ന് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. സി ടിയിൽ ഫുള്ള് ബ്രൈറ്റാണ് വരുന്നത്. സി ടി നമ്മൾ നെക്കി പിടിക്കുമ്പോൾ ഫുള്ള് ബ്രൈറ്റ് ആവും. ഓക്കെ, സി ടി മൈനസ് ആയിട്ടുള്ളത്. സി ടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ വാമിലേക്ക് പോകും. വാം കളറിലേക്ക് 2 ലൈറ്റും മാറുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ സൂപ്പറാണ്, വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാം. സി ടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റും സി ടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ വാം ലൈറ്റിലേക്കാണ് മാറുന്നത്. 2 സംഭവം നമുക്ക് ഓഫ് ചെയ്യാം ഒരേപോലെ. ഇപ്പോൾ 2 ലൈറ്റും ഓഫായി, 2 ലൈറ്റും ഓണായി. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് ദൂരം നിന്ന് ഇതിൻ്റെ റിമോട്ടിൻ്റെ പ്രവർത്തനം ഒന്ന് കാണാം. നമ്മൾ സി ടി മൈനസ് ചെയ്യാണ്. സി ടി മൈനസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. സി ടി മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇത്രയും ലൈറ്റ് കുറഞ്ഞു. പ്ലസ് ചെയ്യുമ്പോൾ വാമിലേക്ക് പോയി, ഫുള്ള് വാം ലൈറ്റ് ആവുകയാണ്. ഫുള്ള് വാമിലേക്ക് വന്നു. ഇനി സി ടി മൈനസ് ചെയ്യുന്നു, ഒന്നുകൂടി നോക്കാം. ഫുള്ള് വൈറ്റ് ലൈറ്റായി മാറി. എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് പോള് താത്തി വെച്ചതാണ്, ഒരു പോള് ഹൈറ്റിൽ വെച്ചതാണ്. കണക്ഷനൊക്കെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കണക്ഷൻ സിമ്പിളായിട്ട് ചെയ്യാം. ആ ഒരു ഫോട്ടോയ്ക്കാണ് നമ്മൾ ലൈറ്റ് കൊടുക്കുന്നത്. അതിന് കണക്കാക്കിയാണ് വെച്ചിട്ടുള്ളത്. സി ടി പ്ലസ് ചെയ്യുമ്പോൾ വാമായി, ഫുൾ വാമിലേക്ക് 2 ലൈറ്റും പോയി. സി ടി മൈനസ് ചെയ്യുമ്പോൾ കണ്ടോ ഫുള്ള് വീണ്ടും വൈറ്റ് ലൈറ്റിലേക്ക് വന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ലൈറ്റ് വാങ്ങുന്ന സമയത്ത് യൂസേഴ്സ് മാനുവൽ നമ്മൾക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ പാക്കറ്റിലുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈ ലൈറ്റ് പർച്ചേസ് ചെയ്തിട്ട് കുറച്ചായി, വീഡിയോ എടുത്തു വെച്ചിട്ടും കുറച്ചായി. ഞാൻ വളരെ വൈകിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ വീഡിയോസും കൂടി എടുത്തിരുന്നു. എന്തായാലും ഒരു യൂട്യൂബേഴ്സിന്, ഒരു വീഡിയോഗ്രാഫർക്ക്, ഒരു ഫോട്ടോഗ്രാഫർക്ക്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് വേണ്ട എല്ലാവിധ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും യൂട്യൂബേഴ്സിനൊക്കെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റിയ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ചെറിയ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടിന്യൂസ് ലൈറ്റ് തരുന്ന ഈ ലൈറ്റ് നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഞാൻ കുറേ ഉപയോഗിച്ചു, വലിയൊരു കുഴപ്പം എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. തുടർന്ന് അടിപൊളിയായിട്ട് ഉള്ള വീഡിയോകളായിട്ട് വരും. നന്ദി, നമസ്കാരം.